പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മീറ്റ് ദ പ്രസിൽ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയിലെ സംവിധായകനും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത രണ്ടുപേരുമാണ്. അയ്യർ ഇൻ അറേബ്യ ഒരു നല്ല ഫാമിലി എൻ്റർടൈനറാണ്. നിർഭാഗ്യവശാൽ അരമണിക്കൂറേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, പക്ഷെ തിരക്കുകൾ കാരണം ഇറങ്ങേണ്ടി വന്നു. പക്ഷേ കണ്ട നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. അരമണിക്കൂർ കണ്ടിട്ടുള്ളെങ്കിലും വളരെ കുറച്ച് കോമഡിയൊക്കെ ഉള്ളതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റി. ബാക്കി എന്തായാലും പോയി കാണുന്നതാണ് സിനിമ. പിന്നെ നിഷാദ് ക നമ്മുടെ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നമ്മളിൽ ഒരാൾ തന്നെയാണ് നിഷാദ് ക. നിഷാദ് കയുടെ പടം എന്ന് പറയുമ്പോൾ എന്തായാലും അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ്. നിഷാദ് ക അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ എന്ന് എല്ലാവരും കാണാത്തവരെ ചീത്തയും പറയുന്നുണ്ട്, പോയി സിനിമ കാണണം എന്നുള്ളത്. അപ്പം ഇനി നമ്മളുടെ ഒരു സപ്പോർട്ട് കൂടി നമ്മുടെ ഈ സിനിമയ്ക്ക്, നിഷാദ് കയുടെ സിനിമയ്ക്ക് വേണം. ഏറെ സ്നേഹത്തോടുകൂടി നിഷാദ് കയെ ഈ മീറ്റ് ദ പ്രസിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുധീരേട്ടൻ, നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. സുധീരേട്ടനെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. കൈലാഷ് അത് ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ഓടി എത്തിയിരിക്കുന്നത്. കൈലാഷ് തിരുവല്ലക്കാരനല്ലേ? എൻ്റെ നാട്ടുകാരനാണ്. കൈലാഷിനെയും ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ മീറ്റ് ദ പ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നമ്മുടെ ഈ മീറ്റ് ദ പ്രസിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. പണ്ട് ഈ രാഷ്ട്രീയത്തിലുള്ള സമയത്ത് മിക്കവാറും ഈ പത്രസമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ പ്രസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ചാനൽ ഡിസ്കഷനിലൊക്കെ പോവുമെങ്കിലും പ്രസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്. ഇപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ എൻ്റെ 10ാമത്തെ സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. വെൽത്തൈ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ മിസ്റ്റർ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രം. ഈ ഇത്രയും സിനിമകൾ ഉണ്ടായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു പത്രസമ്മേളനത്തിൽ എൻ്റെ സിനിമയെപ്പറ്റി പറയാൻ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു രാഷ്ട്രീയമല്ല, അതിനേക്കാളും ഉപരിയായിട്ട് ഇന്നിൻ്റെ അവസ്ഥയെ ശ്രീനിവാസ് അയ്യർ എന്നൊരു കഥാപാത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതിങ്ങനെ ആരെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതിങ്ങനെ വേണമെന്ന് ഒരു സർക്കാസ്റ്റിക് എൻ്റർടൈനർ എന്ന നിലയിലാണ് അയ്യർ ഇൻ അറേബ്യ അണിയിച്ചൊരുക്കാൻ ഞാൻ ശ്രമിച്ചത്. ഈ സിനിമയ്ക്ക് സാധാരണ ജനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരിൽ നിന്ന് ഒരു വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും തിയേറ്ററുകളിൽ ഈ സിനിമയെപ്പറ്റി അറിഞ്ഞ് കേട്ട് വരുന്നവരാണ് കൂടുതലുള്ളതെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല സംഘടനകൾ തിയേറ്ററിൽ സിനിമ സ്പോൺസർ ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഒരു സിനിമ എന്ന ഒരു മാധ്യമത്തിലൂടെ, ഏറ്റവും വലിയ മാധ്യമം, മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും മാധ്യമമാണ് സിനിമ എന്നുള്ളത്. സിനിമയെ സിനിമയായിട്ട് കാണാനും അതോടൊപ്പം തന്നെ സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം, ആ വിഷയം ഏത് തരത്തിൽ ഉൾക്കൊള്ളണമെന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരുടെ മാത്രം അവകാശവും ഒക്കെയാണെങ്കിൽ കൂടിയും ഒരു വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് വരുന്ന ചില പ്രശ്നങ്ങൾ, അതിനെ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. മുകേഷ് ഏട്ടനും ഉർവേഷ് ചേച്ചിയോടൊപ്പം തന്നെ എൻ്റെ ഇടതും വലതുമൊക്കെ ഇരിക്കുന്ന സുധീറും കൈലാഷും ഒക്കെ എൻ്റെ എല്ലാ സിനിമകളിലും ഉള്ള അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, ദുർഗാ കൃഷ്ണ, ജാഫർ ഇടുക്കി, അലൻസിയർ, അങ്ങനെ ഒരുപാട് താരനിര ഈ സിനിമയിലുണ്ട്. ഇവരെല്ലാം ഏകദേശം 44 താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചു. ദുബായിലും തിരുവനന്തപുരത്തും ചെന്നൈയിലുമൊക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ് തീർത്തത്, 4 പാട്ടുകൾ ഉൾപ്പെടെ. എല്ലായിടത്തും കുറച്ച് വൈതരണികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റ് അപ്രൂവലിന് തന്നെ ദുബായിൽ നിന്ന് കുറച്ച് വൈതരണികളൊക്കെ സംഭവിച്ചു. അതിലൊക്കെ കാരണങ്ങളിലൊക്കെ ഞാൻ പിന്നീട് വരാം. എങ്കിലും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെ, അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലെങ്കിൽ പോലും അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തെ കേരളത്തിലെ പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുന്നവർ കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രേക്ഷക സമൂഹം ഇത് നെഞ്ചിലേറ്റി എന്നറിയുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുമായിട്ടൊന്ന്
ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത്. സുധീർ ചെയ്ത കഥാപാത്രം അഡ്വക്കേറ്റ് ജഗൻരാജ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. അതൊരു കാരിക്കേച്ചറാണ്. പക്ഷേ അത് ജീവിച്ചിരിക്കുന്ന ആരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമൻസുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയായതുകൊണ്ട് ഒരു കാരിക്കേച്ചർ സ്വഭാവത്തോടു കൂടിയാണ് ആ ക്യാരക്ടറിനെ സുധീറിനെ ഏൽപ്പിച്ചത്. സുധീർ ഒരു അനുഗ്രഹീതനായ കലാകാരൻ കരമന ജനാർദ്ദൻ നായർ സാറിൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹവും ഒരു മികച്ച നടനാണ്. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണം എന്നുള്ളതിനെ വളരെ മനോഹരമായി അദ്ദേഹം പരിപാടിയിൽ പകർത്തിയിട്ടുണ്ട്. കൈലാഷ് ഈ സിനിമയിൽ ആദ്യം ഇല്ലായിരുന്നു. കൈലാഷ് പലപ്പോഴും എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി വേഷം മേടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സിനിമയിലെ തുടക്ക സീനിൽ കൈലാഷ് ഡോക്ടർ അഭിലാഷായിട്ട് വരുന്നു. ആ സീനാണ് മുകേഷ് ചേട്ടൻ്റെ ഇൻട്രൊഡക്ഷനും. അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റ് തന്നെ ഡോക്ടറെ ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് കൈലാഷ് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. കുറച്ചും കൂടിയൊക്കെ ഒരു മെച്യൂർഡായിട്ടുള്ള കൈലാഷം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ പിന്നെ വേറെ ഏതോ സിനിമയുടെ ഭാഗമായിട്ട് ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അഭിലാഷിൻ്റെയും ഈ കോലവും തമ്മിൽ നിങ്ങൾ താരതമ്യപ്പെടുത്തണ്ട. വളരെ മനോഹരമായി കൈലാഷവും ഈ സിനിമ ചെയ്തു. എൻ്റെ അടുത്ത സിനിമകളിലും ഇവർ രണ്ടുപേരും നല്ല വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സുധീർ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും ഓരോ വർഷം അവസാനമാകുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഏതാണ്ട് 200-ലേറെ സിനിമകളും ഒക്കെ വന്നു. വളരെ ചുരുക്കം സിനിമകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾക്ക് മാത്രമേ സാമ്പത്തിക നേട്ടമുണ്ടായുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഈ വർഷം 2024 തുടക്കത്തിലാണ് നമ്മളുടെ അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്ന സാമൂഹിക പ്രസക്തമായ ഒരു സിനിമ വന്നിരിക്കുന്നത്. സെറ്റേറാണ്. അതിനെ നർമ്മരസത്തോടെ സംവിധായകൻ സ്ക്രിപ്റ്റ് ചെയ്യുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രമേയമാണ് ഈ പറയുന്ന അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയിൽ. ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും വളരെ തമാശ രൂപേണ അവതരിപ്പിക്കുന്നതാണ്. അതിന് വേറെ ആർക്കും വിഷമം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ മാത്രം ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സിനിമയല്ല. സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. പലവരെയും പല രീതിയിലൂടെയും ഒരു സെറ്ററായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. നമ്മൾ ഈ സിനിമ ഇനിയിപ്പോൾ ചാനലിൽ വരികയും OTT-യിൽ വരികയും ചെയ്യുമ്പോൾ പ്രേക്ഷകർ കണ്ടില്ല, അന്ന് തിയേറ്ററിൽ കാണാമായിരുന്നു എന്ന് പലപ്പോഴും പല സിനിമകളെക്കുറിച്ചും പറയാറുണ്ട്. അത്തരത്തിലേക്ക് ഒരിക്കലും ആകാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയും. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ സംവിധായകൻ പറയുന്ന കാരിക്കേച്ചേഴ്സ് ചെയ്യാൻ നിർബന്ധിതനാണ്. കാരിക്കേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തികളെ അല്ല, ഒരു പ്രത്യേക രീതിയിലൂടെയുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. അത് തീർച്ചയായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യവുമാണ്. അത് ഒബ്സർവേഷനിലൂടെ പലതും ചിലപ്പോൾ ആരെങ്കിലും കണ്ടത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് ഭാവത്തിൽ വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഐ നെവർ മിമിക് എനി ക്യാരക്ടർ. ഇറ്റ് ജസ്റ്റ് കംസ് ടു മീ ആൻഡ് ഐ ഡു ഇറ്റ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു മിമിക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ, കണ്ടവർക്കും എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ആദ്യ പകുതി ഇന്ത്യയിലും മറ്റു പകുതി ഇന്ത്യക്ക് പുറത്തുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ തന്നെ കാണിക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിലും മറ്റു രാജ്യങ്ങളിലും വെളിയിലുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് അറേബ്യൻ കൺട്രീസിനെ ബേസ് ചെയ്താണ്. അവിടെ ഉണ്ടായിരിക്കുന്ന നിയമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസവും എല്ലാം വളരെ നർമ്മരസത്തോടെയാണ് സംവിധായകൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് കണ്ടവരെല്ലാവരും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെല്ലാം അതിനെ തമാശയായി തന്നെ കണ്ടുകൊണ്ട്, തമാശയായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടതും. സിനിമ എന്ന് പറയുന്ന കല നമുക്കെല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെയും വരും നൂറ്റാണ്ടിലെയും മാസ് മീഡിയ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. അത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ എല്ലാവരുടെയിലേക്കും എത്തുള്ളൂ. അയ്യർ ഇൻ അറേബ്യ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു സിനിമയെ പലപ്പോഴും ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുത്താറുണ്ട്. ഒരുപക്ഷെ എല്ലാത്തരം വിഭാഗത്തിലുള്ള ഓഡിയൻസിനും, ഫാമിലി ആയിട്ടെങ്കിൽ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ
നമുക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ കാണാൻ പറ്റുന്ന, അങ്ങനെ ഏത് തരത്തിലുള്ള മാനസികാവസ്ഥകളിലും ചൂസ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ അയ്യറിൻ അറേബ്യയെ പേഴ്സണലി കാണുന്നത്. നിഷാദയ്ക്കൊപ്പം വീണ്ടും സിനിമകളുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ വീണ്ടും സന്തോഷമുണ്ട്. നമുക്ക് എന്നും സന്തോഷകരമായ ഓർമ്മകളാണ് നിഷാദയ്ക്കൊപ്പം സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും സിനിമകൾ ആലോചിക്കുമ്പോൾ ഞാനിപ്പോഴും എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ചോദിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് പേരിലൊരാളാണ്, എന്താ ഞാനില്ല ഈ സിനിമയിൽ, ഞാനില്ലെങ്കിൽ കാണിച്ചു തരും കേട്ടോ എന്നൊക്കെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിഷാദ് ഒരു സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, ഒരുപക്ഷെ ലോകം മുഴുവൻ സൗഹൃദങ്ങളുള്ള ഒരാളാണ് അദ്ദേഹം. 2 കൾച്ചറിൽ സുധീരേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ മണ്ണിൽ നിന്ന് മറ്റൊന്ന് ഒരു അറേബ്യൻ മണ്ണിൻ്റെയും 2 കൾച്ചറിൽ നിന്ന് കാര്യങ്ങളെ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമയ്ക്ക്. ഇത് എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട്. ഇനിയും ബാക്കി സപ്പോർട്ടുകൾ, മാധ്യമരംഗത്തുള്ള നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് നല്ല സിനിമകൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യാത്രകൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയെ തന്നെ കൃത്യമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നത് ഏറെ അഭിമാനത്തോടെയും നന്ദിയോടും കൂടിയാണ് ഞാൻ പേഴ്സണലി ഓർക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഈ ഇൻഡസ്ട്രിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കൃത്യമായി കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് മുമ്പോട്ടേക്കുള്ള സമയങ്ങൾ പോകട്ടെ. താങ്ക് യു. ആയുധം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ശ്രീ എം. എ. നിഷാദിൻ്റെ ആയുധം എന്ന സിനിമയായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു എടുത്ത എല്ലാ സിനിമകളിലും ഞാൻ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. പറഞ്ഞതുപോലെ സൗഹൃദം അങ്ങേറ്റം സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാപ്പയും എൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു പണ്ട്. അതേ സൗഹൃദം ഇന്നും നമ്മൾ തമ്മിൽ സൂക്ഷിക്കുന്നുമുണ്ട്. ഇനി വരുന്ന അടുത്ത സിനിമയിലും വേറിട്ടൊരു കഥാപാത്രമാണ് എൻ്റെ അടുത്ത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഈ സൗഹൃദം ഒരിക്കലും ക്യാമറയുടെ പുറകിൽ കാണാറില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യവും. ഇവിടെ ഈ സൗഹൃദമൊക്കെ കാണിക്കുന്ന ക്യാമറയുടെ പുറകിൽ നിന്ന് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ആ സൗഹൃദം പലപ്പോഴും കാണാറില്ല എന്നുള്ളതുകൊണ്ട്, പക്ഷെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മളത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഗുണം എപ്പോഴും സ്ക്രീനിൽ വരുമ്പോൾ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പ്രതിഫലിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാനും കഴിയുന്നതിലും എൻ്റെ സന്തോഷം ഈ സമയത്ത്. ഒരുമിച്ച് അഭിനയിച്ചില്ലേ? 2 സിനിമയിൽ ഒരുമിച്ച് അതെ 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 അതെ. ട്യൂമൻ്റെ ഡയറക്ടർ കൂടി റിപ്പോർട്ട് 2 സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അത് ഒന്ന് ട്യൂമനും ഒന്ന് ഭാരത സർക്കസും. അപ്പോൾ അടുത്ത സിനിമകളിലും നമ്മൾ അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. മറ്റൊന്നുകൂടെ അഭിനയിച്ചു വാക്ക്. അത് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ കഥയാണ്. മാധ്യമപ്രവർത്തകനാണ് ഹീറോ. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇഷ്ടംപോലെ മാധ്യമപ്രവർത്തകർക്കുള്ള സീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പുതിയ ആരെയും വെക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. പടം ഇറങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് അപ്രൂവലിന് കൊടുത്തപ്പോൾ 2 തവണ അതുപോലെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിനെ മാത്രം അങ്ങനെ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ചിലരുടെ മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ശ്രീനിവാസ് അയ്യർ അങ്ങനെയാണ്. ശ്രീനിവാസ് അയ്യറിൻ്റെ അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത്. അയാളുടെ വിചാര ചിന്തകളിലൂടെ ഞാൻ ആ ക്യാമറ കൊണ്ടുപോയി അപ്പോൾ അങ്ങേര് കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അത് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു രീതികളാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അത് ഒരു വിഭാഗത്തിലെയല്ല, മറ്റു വിഭാഗത്തിലെ, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമുദായത്തിലെ വിഭാഗത്തിലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് സ്ക്രിപ്റ്റിനൊക്കെ ഒരു റിജക്ഷനൊക്കെ ഉണ്ടാവുകയും രണ്ടാമത് ഞാൻ ഫൈറ്റ് ചെയ്തത് റെഡിയാക്കിയത്. അതാണ് ആദ്യത്തെ വൈതരണി ഉണ്ടായത്. പിന്നെ പേരിൻ്റെ കാര്യത്തിലൊരു വിഷയം ഉണ്ടായി. അയ്യര് കണ്ട ദുബായി എന്നായിരുന്നു ആദ്യ ഇട്ട പേര്. അപ്പോൾ അത് ഇതേപോലെ ഒരു ഏകദേശം 6 മാസം എടുത്തു ഈ അയ്യരിൻ അറേബ്യ എന്നുള്ള പേരിന്. ആ വൈതരണികളൊക്കെ കഴിഞ്ഞ് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നിഴൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഈ നിഴൽ യുദ്ധം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ ഒരു രസമുണ്ട്. ഈ നിഴൽ യുദ്ധം അങ്ങനെയല്ലല്ലോ. അപ്പോൾ നിഴൽ യുദ്ധത്തിൽ പല രീതിയിലുള്ള അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരിക,
അതിന് സ്പെഷ്യലായിട്ട് ചിലരെ ഏർപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ശരിയല്ലല്ലോ, അതല്ലല്ലോ അതിൻ്റെ രീതി. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മളെ ഞാൻ ഈ പറയുന്ന ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് ഈ അറേബ്യൻ നാടുകളിൽ ദുബായിയുമായിട്ട് എനിക്കൊരു അഭേദ്യമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ആളുകൾ തീവ്രമായി പറയുന്നത് ഏത് വിഭാഗമാണെങ്കിലും, ഇന്ന വിഭാഗമൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ മര്യാദരാമന്മാരാണ്. അത് നിങ്ങൾക്ക് തന്നെ കാണാം. ഒരിക്കൽ ദുബായി പോയി കഴിഞ്ഞാൽ ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സമൂഹമില്ല നമ്മളെപ്പോലെ. അവിടെ ജാതി മത വർഗീയ വിദ്വേഷങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല. 1, 2 അപ്പം അവിടുത്തെ നിയമത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അവിടെ അങ്ങനെയാണ്. അങ്ങനെ ഒരു മറുനാട്ടിൽ ചെല്ലുമ്പോൾ മലയാളി ഒന്നാണെന്ന് എപ്പോഴും പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടും നേരെ പ്ലേറ്റ് മറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഒരു സർക്കാസ്റ്റിക് മൂവി ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ കാണിക്കണ്ടേ, ജനം മനസ്സിലാക്കട്ടെ, ഒരു ഇൻഫോർമേറ്റീവ് കൂടി ആയിരിക്കണ്ടേ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവരാണ് തിരുത്തപ്പെടേണ്ടത്. അങ്ങനെ ഒരു വ്യക്തമായ ഒരു ഭാഷ്യം ഈ സിനിമയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാനിപ്പോൾ റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയാണ് താങ്കൾ സൂചിപ്പിച്ചതെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഐ എം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെ ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം ഒരാൾക്കൊരു സിനിമ കണ്ടിട്ട് അതിനെതിരായിട്ടോ അതിനെ അനുകൂലിച്ചോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്. അതുകൊണ്ട് എൻ്റെ സിനിമ മഹത്തരമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സിനിമയെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും ശ്രീ മുകേഷുമായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാധാരണ മൂവിയാണ്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ്, ഒരു ഫീൽ ഗുഡ് മൂവി ആക്കാൻ ശ്രമിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സിനിമയെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ചിലർ പലതും പറയുന്നുണ്ട്. അതിന് കൂടെ ഇറങ്ങിയ സിനിമകളെ പറ്റി ചർച്ച ചെയ്യുന്നവരുമില്ല. അപ്പോൾ ഈ മാവുള്ള മാവേലല്ലേ കല്ലെറിയത്തുള്ളൂ, എറിയട്ടെ, അത് നല്ലതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തി. നെഗറ്റീവ് ആണെങ്കിൽ പോലും ആളുകളിലെത്തി, പ്രേക്ഷകർ കണ്ടു തുടങ്ങി. അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. റിവ്യൂസിൻ്റെ പുറകിലല്ല, ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ. ഇപ്പോൾ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ കാഴ്ചയായിരിക്കില്ല താങ്കളുടെ, അല്ലെങ്കിൽ ഈ സഹോദരിയുടെ, അവർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ട് ഒരു സിനിമയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏത് സിനിമയ്ക്കും എതിരഭിപ്രായം ഉണ്ടാവും. ആ എതിരഭിപ്രായങ്ങളെ, നെഗറ്റീവ് കമൻസിനെയും അതുപോലെ റിവ്യൂസിനെയൊക്കെ ഞാൻ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തു. ഇതിനൊന്നും ഞാൻ എതിരല്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വന്ന കാലത്ത് നമുക്ക് ഏത് തരത്തിൽ ആണ് സിനിമ എടുക്കാൻ പറ്റുമെന്നുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരന് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണം. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരൊന്നും ഈ ലോകത്ത് ജീവിക്കാത്തതെന്നാണ് ഈ കാലഘട്ടത്തിൽ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞൊരു സിനിമ വന്നു അല്ലേ? ആ ആർട്ടിക്കിൾ 15 എത്ര ശക്തമായിട്ടാണ് ചില കാര്യങ്ങൾ ജാതീയ വ്യവസ്ഥക്കെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ജാതീയ വ്യവസ്ഥകളെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ശ്രീനിവാസ് അയ്യർ, രാജ കേൾക്കുന്നുണ്ടല്ലോ, ശ്രീനിവാസ് അയ്യർ എന്നുള്ള കഥാപാത്രത്തെ, ശ്രീനിവാസ് അയ്യർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. കാര്യം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട്, സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ അവതരിപ്പിച്ചു എന്നല്ലാതെ ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് വായിക്കാം ഞാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഏത് വിഭാഗത്തെയാണ്. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിഭാഗം ബുദ്ധിപൂർവ്വം മിണ്ടാതിരിക്കുകയും ഈ വിഭാഗം അത് വേളം വെക്കുകയും ചെയ്യുമ്പോൾ ആരാണ് വീണ്ടും മണ്ടത്തരം കാണിക്കുന്നത് എന്നുള്ള കാര്യം പാലൂർ പടിപ്പുരയിൽ പോയിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇതിനെ ഒരു സർക്കാസ്റ്റിക് മൂവിയാണ്. ആ സർക്കാസ്റ്റിക് മൂവിനെ അങ്ങനെ തന്നെ കാണണം. ഒരു സറ്റയറായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, വേദനിപ്പിക്കത്തുമില്ല. നാളിതുവരെ ഒരു തമിഴ് ഉൾപ്പെടെ 10 സിനിമ ചെയ്തു. 10ാമത്തെ സിനിമയാണ് ഐറിൻ അറേബ്യ. ഒരു വിഭാഗത്തെ പോലും ഞാൻ ഇന്ന് വരെ ഹേർട്ട് ചെയ്തിട്ടില്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ പടം പകലാണെങ്കിൽ കർഷക ആത്മഹത്യയെ പറ്റിയുള്ളതാണ്, 2 നഗരം മാലിന്യങ്ങളെ പറ്റിയാണ്, ആയുധം ഉൾപ്പെടെ എല്ലാ ബെസ്റ്റ് ഓഫ് ലക്ക് അതിന് സുഖമില്ല.
ഭാഗ്യം സുധീറില്ലാത്ത ബസ് സ്റ്റോപ്പിലൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അയ്യരൻ അറേബ്യ പുതിയ ഓണറിലേക്ക് ഞാൻ മാറി അത് പൂർണ്ണമായും കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എൻ്റർടൈനറായിട്ട് ഒരുക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അതിൽ ഒരാളെയും ഹേർട്ട് ചെയ്തിട്ടില്ല. അരുൺ മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളൂ. രാജയുടെ ചോദ്യത്തിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തത്. ഓ അല്ലല്ല, ഈ പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞാൽ മഹാരഥനായ KG ജോർജ് ചെയ്ത പടമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ ഇന്ന് ഒരു സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പഞ്ചവടിപ്പാലത്തിൻ്റെ കാലഘട്ടമല്ല ഇന്ന്, ദുശാസനക്കുറിപ്പിൻ്റെയും ആ കാലഘട്ടമല്ല ഇന്ന് വന്നിരിക്കുന്ന കാലഘട്ടം എന്താണെന്നുള്ള താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെയുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി വേണം നമ്മളിപ്പോൾ സിനിമ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുകൾ പോലെ, അപ്പം ഞാനിപ്പോൾ പറയാം, എനിക്കത് കോട്ട് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഈശ്വർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എക്സലന്റ് മൂവി എന്ന് പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ക്രിട്ടിക്കൽ തെളിവ് രാഹുൽ ഈശ്വറിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അദ്ദേഹം റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ മനോഹരം, മാതൃഭൂമിയും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മനോരമയും ഇട്ട റിവ്യൂസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു സറ്റയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാരിക്കേച്ചേഴ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ചില ആളുകളുമായിട്ടൊക്കെ ചിലപ്പോൾ സാദൃശ്യമുണ്ടാവാം, അത് മനഃപൂർവ്വമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരു സറ്റയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞാൻ മേക്കിങ്ങിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്നെ 2-3 നിരൂപകരെ വിളിച്ചിട്ട് നമുക്കിപ്പോൾ നമ്മുടെ സിനിമയെ പറ്റി തന്നെ പറയുന്നത് ഭയങ്കര ബോർ പരിപാടിയായതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചതിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ മേക്കിങ്ങിൽ 2 ടെറൈനാണ്. ഒന്ന് തിരുവനന്തപുരത്ത് ശ്രീനിവാസ അയ്യർ ഒരു ഫ്ലാറ്റിൻ്റെ അകത്താണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകം പരിമിതമാണ്. അദ്ദേഹം കാണുന്ന ചാനലുകളും അദ്ദേഹം കാണുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്ന വാട്സപ്പ് സന്ദേശങ്ങളും അദ്ദേഹത്തിന് സുധീർ കരവനയുടെ ജഗൻ രാജ് ഉൾപ്പെടെയുള്ളവർ കൊണ്ടു നടക്കുന്നതും ആ ഒരു ഇടുങ്ങിയ രീതിയിൽ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. അദ്ദേഹം കൂപമണ്ഡൂകമാണെന്ന് ഞാൻ പറയുന്നില്ല, AG's ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹം പുറം ലോകവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം അത്രേ ഉള്ളൂ. അതിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മേക്കിംഗ് തന്നെ ഡിഫറെൻ്റ് ആക്കിയത് വേറൊരു വലിയ ലോകത്തിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ദുബായിയെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ, മാൻകൈൻഡ്, ടോളറൻസ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു സാഹസമായിട്ട് അത് തന്നെയല്ലേ ആ സിനിമയ്ക്ക് ഒരു പരിധിവരെ തിരിച്ചടി വന്നിട്ടില്ലല്ലോ. ഈ സിനിമയ്ക്ക് തിരിച്ചടി വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സംഘസുഹൃത്തുക്കൾ അതിനെതിരായിട്ടുള്ള കമൻസുകൾ ഇടുന്നതിൽ മാത്രമേ ഉള്ളൂ. അതാണ് നിഴൽ യുദ്ധം. താങ്കൾ വരാനത്തിന് ലേറ്റായി. നിഴൽ യുദ്ധത്തിൻ്റെ ഇതിലാണ് ഇപ്പം നടക്കുന്നത്. അതൊരു സാഹസമൊന്നുമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കളിയാക്കിയിരിക്കുന്നത്? നിങ്ങൾ സിനിമ കണ്ടോ? സിനിമയിൽ ഒരിടത്ത് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ ഞാൻ തേജോവധം ചെയ്തിട്ടില്ല. മതപരമായിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല. ഇവിടെ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2000 കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന ശ്രീനിവാസ അയ്യർക്ക് പ്രത്യേകിച്ച് സംഭവിച്ച മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞാൻ പ്രേക്ഷകരുടെ മുന്നിലെത്തി വെച്ചിട്ടുള്ളൂ. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ, അതായത് ഇതല്ല, ഇങ്ങനെയല്ല, നമ്മളിങ്ങനെയല്ല വേണ്ടത്, നമുക്ക് എല്ലാവരും വേണം, നമുക്ക് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു സന്ദേശം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ വിഭാഗം മിണ്ടാതെ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ സമയത്ത്, നമ്മൾ കേരളം എന്ന് പറഞ്ഞ ഒന്നാണ്. പ്രളയവും കൊറോണയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മുടെ സമൂഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു പ്രളയം വന്നപ്പോൾ എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കയറിയില്ലേ? എവിടെയായിരുന്നു അയിത്തം ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും? എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കയറി, എല്ലാവർക്കും നമ്മൾ അഭയം നൽകി. അതാണ് മലയാളി. അങ്ങനെ വേണം മലയാളി. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനിവാസ അയ്യർക്കും അങ്ങനെ മാറ്റം ഉണ്ടാവണമല്ലോ. മാറ്റമുണ്ടായി. അത്തരം അയ്യരുമാരുടെ മനോനില, അതിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഒരിക്കലും ഇതൊരു സാഹസമല്ല. ഇതൊരിക്കലും സാഹസമല്ല. കാരണം ഇത് കണ്ട എൻ്റെ സംഘസുഹൃത്തുക്കൾ പലരും എന്നെ വിളിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ വിജയിച്ചത്. സുധീറിനെ വിളിച്ചത്ര അവർ പറഞ്ഞു. സുധീർ ഞാനും കൂടി ഇരിക്കുമ്പോൾ വിളിച്ചോളൂ. സുധീർ ഞങ്ങൾക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് സൗഹൃദമുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല. രാജ എൻ്റെ അടുത്ത സുഹൃത്തല്ലേ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകൾ വരെ വിളിച്ചത് നന്നായിട്ടോ, അത് നല്ല ക്രിട്ടിക്ക്, അത് ആവശ്യമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതൊരു നല്ല മാറ്റമല്ലേ? അപ്പോൾ സാഹസമല്ല, ഈ മാറ്റത്തിന് നിങ്ങൾ കൈയടിക്കണം. ജന്മഭൂമി എത്ര തവണയാണ് കാണിച്ചിരിക്കുന്നത്? ജന്മഭൂമി ഇങ്ങോട്ട് കാഴ്ച കാണണം. പൈസ ആ പണം മുഴുവൻ ജന്മഭൂമിയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ
ഒരൊറ്റ ആളെ ചോദിക്കുന്നു. ജഗൻരാജ് സാഹസികത വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്നുള്ളതാണ്. ഇല്ല, എന്തിനാ, എന്താ ആവശ്യമില്ല. ഒരിക്കലും എനിക്ക് പണി തരില്ലെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കാരിക്കേച്ചറിനാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും എൻ്റെ അടുത്ത് ഇന്ന ആളിനെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊന്നുമില്ല. സമൂഹത്തിൽ ഒരുപാട് പേരെ കാണുന്നില്ലേ, ചിലവർ നമ്മളെ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് കയറും ഏതെങ്കിലും കഥാപാത്രങ്ങൾ വരുമ്പോൾ. അത്തരത്തിൽ വന്നതാവാം, അല്ലാതെ വേറെ ഒരാളിനെയും നമ്മളങ്ങനെ നോവിക്കുന്ന ഒരു സാധനം അതിനകത്ത് ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. ഈ ജഗൻരാജിന്റെ കഥാപാത്രം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കോസ്റ്റ്യൂംസ് വരെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നില്ല. അതായത് അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. പക്ഷെ ഒരുപാട് പേര് അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ സിനിമ എന്താണെന്ന് പറയുന്നതിനല്ല അപ്പുറം അതിനെപ്പറ്റി മാത്രം ഒരുപാട് ഈ പച്ചമലയാളത്തിൽ പറഞ്ഞ തള്ളടിക്കരുതെന്നുള്ളതാണ് അർത്ഥം. നമ്മളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഞാൻ കുറച്ചും കൂടി സീസൺഡ് ആയതുകൊണ്ടാവാം, നമ്മുടെ സിനിമ എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഫീൽ ഗുഡ് മൂവി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതൊരു മഹത്തരമായ സിനിമയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പ്രൊപ്പോഷനിൽ കണ്ടറിയാം. തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം വളരെ റിലവൻ്റാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അണിയറ പ്രവർത്തകർ തന്നെ സിനിമയെപ്പറ്റി ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കുന്നത് ശരിയായ നടപടിയല്ല. അത് അവർക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ റേഡിയോയിലൂടെയും ടി വിയിലൂടെയും ഒക്കെ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഇന്ന് പോസ്റ്റർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. റേഡിയോ ഇല്ല. പണ്ടാണെങ്കിൽ റോഡിൽ കൂടെ വണ്ടി കെട്ടിക്കൊണ്ട് കൊട്ടും കൊട്ടി പോകുന്ന സിസ്റ്റം വരെയുണ്ട്. അത്തരത്തിലൊന്നുമില്ല. അതുകൊണ്ട് ആകെ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ്. പറയട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ പടം ഓടുക. അതാണ് എല്ലാവരുടെയും. ഇപ്പോൾ എന്ത് പ്രോഡക്റ്റ് എടുത്താലും ശരി തന്നെ, അതിനെ സംബന്ധിച്ചോളം അഡ്വർടൈസ് ചെയ്യാതെ ഒന്നും മുന്നോട്ട് പോകത്തില്ല. ഇപ്പൊ സിനിമയ്ക്ക് അഡ്വർടൈസ് ഏകയുള്ള ഒരു മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ആ പ്ലാറ്റ്ഫോമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരിമിതമാവുന്നു എന്നുള്ളതാണ്. അതായത് കൈലാഷിന് ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കരുത്. കൈലാഷ് അവരൊക്കെന്തോ ഒരു ചോദിപ്പിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കൈലാഷ് വരുന്നതിന് മുമ്പ് 2 തവണ വെള്ളിയസ്ത്ര ആരോടുണ്ടോ ചോദിക്കുന്നുണ്ട്. കൈലാഷ് ഈ സിനിമയിൽ ഇല്ലായിരുന്നു. തുടക്കത്തിൽ കൈലാഷിന് ക്യാരക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ഇതിൻ്റെ ലോഞ്ചിന് വന്നിട്ട് കൈലാഷ് പരസ്യമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സിനിമയിലില്ല, പക്ഷെ പടം ഇറങ്ങുമ്പോൾ ഞാൻ ഉണ്ടാവുന്നു. ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത് പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടായി വരികയായിരുന്നു. മുകേഷ് ഏട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ദുബായിലെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഫ്ലൈറ്റിലിരുന്നു കൊണ്ടാണ് ആ സീൻ എഴുതുന്നത്. മുകേഷ് ഏട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ അതെങ്ങനെ വേണം, എന്ത് വേണം, അതിലൊരു ഡോക്ടർ പ്ലേസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ വെളുപ്പാൻ കാലത്താണ് ഞാൻ കൈലാഷ് വിളിച്ചത്, നീ ഉണ്ട് കേട്ടോ, ഇന്ന ക്യാരക്ടർ വരാമെന്ന് പറഞ്ഞു. അത് ഗസ്റ്റാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ ഈ അതിഥി താരമെന്ന് എഴുതേണ്ട അത് കൈലാഷ് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം എഴുതിയാണ് അതിഥി കൈലാഷ് എന്ന് എഴുതിയാണ്. അത് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നു. അടുത്ത പടത്തിൽ നല്ല ക്യാരക്ടറാണ്. പൈസ കൊടുത്തു. ഞാൻ വിചാരിച്ചതിനെക്കാട്ട് പൈസ എല്ലാം കൊണ്ട് എന്തോ ഷീജ ഒന്നും ചോദിക്കുന്നില്ല. എല്ലാ അരുണെ കൊണ്ട് അങ്ങ് ചോദിപ്പിച്ചിരിക്കുക. അയ്യോ അല്ല അതൊരു ഭയങ്കര ചോദ്യമായിപ്പോയി. അതൊരു സാഹസമാണ്. അതൊരു ഒന്നൊന്നര ചോദ്യമായിപ്പോയി. ഒരിക്കലുമല്ല. അടുത്ത പടം ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നെ മാധ്യമപ്രവർത്തകരുടെ കഥയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇവരൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുകയാണ്. സുധീറും കൈലാഷും ഒക്കെ. കൈലാഷ് ഗസ്റ്റ് അല്ല, അരുണിന്റെ വിഷമം മാറും. മനസ്സിലിപ്പോൾ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ 25
25 വർഷം പൂർത്തിയാവാണ് ഈ സിനിമ. അത് ഉടൻ തന്നെയാണ് അതെന്താണ് നിങ്ങൾ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറുമല്ലേ? ഞാൻ സൂപ്പർ താരം എന്ന് പറഞ്ഞാൽ ഇപ്പം സുരേഷ് ഗോപി എൻ്റെ 2 പടത്തിൽ നായകനായിരുന്നു. ഞാൻ നിർമ്മിച്ച ചിത്രത്തിൽ 2 നിർമ്മിച്ച ചിത്രത്തിലൂടെ 4 സിനിമകൾ അദ്ദേഹം എൻ്റെ കൂടെ സഹകരിച്ചു. മമ്മൂട്ടി സാറ് ഞാൻ ആദ്യം നിർമ്മിച്ച ചിത്രത്തിൽ നായകനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അദ്ദേഹം ഒരു കാമിയോ റോൾ ചെയ്തു. പിന്നെ എൻ്റെ മനസ്സിൽ ലാലേട്ടനെ വെച്ചൊരു സിനിമ എടുക്കണമെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഒരു ഘട്ടം വരുമ്പോൾ അതിനെപ്പറ്റി അറിയിക്കും. അഭിനയം എന്ന് പറഞ്ഞാലേ ഞാൻ 2 ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. 2ഉം സുധീറിൻ്റെ കൂടെ ചെയ്ത പടമാണ്. ഒന്ന് അല്ല അഭിനയ സുധീർ എൻ്റെ എല്ലാ പടത്തിലും ഉണ്ടല്ലോ. അപ്പോൾ വാക്ക് എന്ന് പറഞ്ഞ സിനിമ മധുപാലിൻ്റെ സ്ക്രിപ്റ്റിൽ സുജിത്ത് ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നെ ട്യൂമൻ കെ സതീഷിൻ്റെ ട്യൂമനും ഭാരത സർക്കസും ഈ 2 ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്യൂമനും ഭാരത സർക്കസും കഴിയുമ്പോൾ ആളുകൾ എന്നെ അഭിനയിക്കാൻ വിളിക്കുമെന്ന് വിചാരിച്ചു. ഒരാളും വിളിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തോട് ഞാനൊക്കെ അഭിനയിക്കാം. ചെറിയ വേഷം, വലിയ വേഷമൊന്നുമില്ല, ചെറിയ വേഷം, രസം. ഇപ്പോൾ അയ്യറിൽ ഒരു സീൻ, അത് അയ്യറിൽ ആക്ച്വലി രഞ്ജിപ്പണിക്കറായിരുന്നു ഞാൻ ആ ഒരു ഗസ്റ്റായിട്ട് ആ സീനിൽ വെച്ചിരുന്നത്. അപ്പോൾ ഉർവശി ചേച്ചിയും മുകേഷ് ചേട്ടനും കൂടി പറഞ്ഞ് ആ ഒരു സീനിന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കേണ്ട, നീ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ അഭിനയിക്കുന്ന ആ സുഖം, ടെൻഷനൊന്നുമില്ലല്ലോ. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കില്ല. സുധീറൊക്കെ ഒരുപാട് സീസൺഡായി കഴിഞ്ഞു. നല്ലൊരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് ഒരു ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ഒരു ക്യാരക്ടറൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ്. സുധീറിൻ്റെയൊക്കെ നാളുകൾ ഇനി വരാൻ കിടക്കത്തേ ഉള്ളൂ. ഈ സിനിമയിൽ മുകേഷ് ഏട്ടൻ്റെ പെർഫോമൻസ്, 2 പേരുടെയും മുകേഷ് ഏട്ടൻ്റെ ഉർവശി ചേച്ചിയുടെയും പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മുകേഷ് ഏട്ടൻ ഇത്തരം സിനിമകളിൽ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമർ മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഹ്യൂമറൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമുക്ക് ചിരി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇമോഷൻ ആയിട്ട് ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും മോസ്റ്റ് അണ്ടർറേറ്റഡ് ആക്ടേഴ്സിൽ ഒരാളാണ് മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ വളരെ വിരളമാണ്. ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് മലയാള സിനിമ കണ്ടതിൽ വേറൊരാളില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള എല്ലാ കഴിവുമുള്ളൊരു ആക്ടറാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ചൂസി ആയിട്ടോ അല്ലെങ്കിൽ PR വർക്കൊക്കെ വളരെ മോശമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ വരേണ്ടതാണ്. ഇപ്പം എൻ്റെ അടുത്ത പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റാണ്. രാഷ്ട്രീയമോ അതുപോലുള്ള കാര്യമോ സർക്കാസോ അല്ല അടുത്ത പടം. അടുത്ത പടം പൂർണ്ണമായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സബ്ജക്റ്റാണ്. അല്ല, മുകേഷ് ചേട്ടൻ്റെ ഒരു പ്രത്യേകത തന്നെ, അദ്ദേഹം സ്ക്രീനിൽ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ശബ്ദം കേട്ടാൽ തന്നെ ചിരിക്കേണ്ടി വരും നമ്മൾ. അങ്ങനത്തെ മോഡുലേഷൻസ് ഒക്കെ വളരെ നിസ്സാരമായി പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ആക്ടറാണ്. 25 വർഷം പൂർത്തിയാകുന്ന നിലയിൽ ചോദിക്കാം. കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക് 1000 കോടിയിലധികം രൂപയാണ് ഈ ഇൻഡസ്ട്രിയിൽ ചെലവഴിച്ചത്. എന്നാൽ തിരിച്ചു കിട്ടിയത് 300 കോടിക്ക് താഴെയാണ്. ഇത്ര പുതിയ പ്രതിസന്ധിയിൽ നിർമ്മാതാക്കൾ വലിയ സ്ട്രഗിൾ അനുഭവിക്കുന്നു. ആ ഒരു കാര്യത്തിൽ 2 താരങ്ങളെ ഇടതും വലതും ഇരുത്തി ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് ശ്രമകരമാണ്. എങ്കിലും മലയാള സിനിമയിലെ നമുക്ക് ഈ ഏരിയ വളരെ കുറവാണ്. മറ്റേ തെലുങ്ക്, തമിഴ് പോലെയല്ല. നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഗണ്യമായി കുറയണം. കാരണം അതിൻ്റെ ഇപ്പം ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല, സാധാരണ ഞങ്ങൾ ടെക്നീഷ്യന്മാർക്ക് ഈ പറയുന്നത് പോലെയുള്ള ഒരു ഹൈപ്പൊന്നും കിട്ടാറില്ല. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ട് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടുകൊണ്ടാണ് സിനിമ കാണാൻ ജനങ്ങൾ വരുന്നത്. അല്ലാതെ ഒരു പേരെഴുതി ഡയറക്ടർ, പണ്ടൊക്കെ ശശിയേട്ടൻ്റെ പേര് എഴുതിയാൽ മതിയായിരുന്നു. IV ശശിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ആൾ കയറും. അല്ലെങ്കിൽ ജോഷിയേട്ടൻ്റെ പടം, അല്ലെങ്കിൽ ഹരൻ സാറിൻ്റെ പടം, പത്മനാഭൻ സാർ. പക്ഷേ ആ കാലഘട്ടം മാറി. ഇപ്പോൾ താരങ്ങളുടെ പടം കാണാനാണ് ജനം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു മാർക്കറ്റബിലിറ്റി ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ ഏതൊക്കെ തരത്തിൽ അവരതിൽ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഈ കഴിഞ്ഞ ദിവസം ടൊവിനോയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു. ടൊവിനോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ റെഡിയാണ് ഏത് തരത്തിൽ വേണമെങ്കിലും
അയാളുടെ റെമ്യൂണറേഷൻ കുറച്ച് ആഫ്റ്റർ റിലീസ് തരത്തക്ക രീതിയിലൊക്കെ. അപ്പം അത്തരം ചിന്തകളിലേക്കൊക്കെ കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു. കാര്യം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമുക്കത് അത്രയും പിന്നെ നമ്മുടെ തിയേറ്ററുകളുടെ സ്ഥിതി അറിയാമല്ലോ. തിയേറ്ററിൽ എത്ര പേരാണ് സിനിമ കാണാൻ പോകുന്നത്? ശനി ഞായർ, വെള്ളി ശനി ഞായർ മാത്രമേ കളക്ഷൻ ഉള്ളൂ. ബാക്കി ദിവസങ്ങൾ ഇട ദിവസങ്ങളൊന്നും കളക്ഷൻ അല്ലെങ്കിൽ അത്രയും ഹൈപ്പ് ഉണ്ടായാൽ പോലും ഒരു ഫുൾ ഹൗസായിട്ട് ഷോ പോകുന്നില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടേണ്ടത് ഒന്ന് OTT നിന്നും സാറ്റലൈറ്റിൽ നിന്നും ഒക്കെയാണ്. ഇപ്പോൾ OTTയും സാറ്റലൈറ്റും അവർ കൺസിഡർ ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ വേണം. അപ്പോൾ അതിന് ഈ പിന്നെ ഒരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിന് വ്യക്തമായ ധാരണ വേണം, ഇത് എത്ര കോസ്റ്റ് ആവാം, ഈ ആർട്ടിസ്റ്റുകൾക്ക് എത്ര കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ കോസ്റ്റിൻ്റെ 50% ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനാണ് എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ്. അത് നിങ്ങളൊക്കെ ഇത്തിരി കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റും കുറയും. അതിൽ കയറി ബലം വെക്കാൻ നിൽക്കണ്ട, സത്യമാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ എല്ലാവരും കൂടി ഈ കല നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ കണ്ടമാനം മേടിക്കുന്ന ആർട്ടിസ്റ്റുകളൊന്നും അല്ലാണ്ട് ഇവരൊക്കെ വളരെ മാന്യമായിട്ട് മേടിക്കുന്നത്. എന്നാലും ഒരു അനാവശ്യ ചെലവുകൾ സിനിമയ്ക്ക് വരുന്നുണ്ട്. അത് കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പോൾ തന്നെ കൂടുതൽ പ്രൊഡ്യൂസേഴ്സിന് സിനിമാ രംഗത്തേക്ക് വരാനും അവർക്ക് കയ്യിലൊതുങ്ങാവുന്ന, ലാഭമില്ലെങ്കിലും നഷ്ടത്തിൻ്റെ ആഘാതം കുറയാനും പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുവരെ ഈ ലാഭം കിട്ടുമ്പോൾ ആർട്ടിസ്റ്റിന് കൊടുക്കണമെന്ന് പറയില്ലല്ലോ. അത് പറഞ്ഞോ? ഇല്ലല്ലോ. നഷ്ടം വരുമ്പോൾ ആർട്ടിസ്റ്റ് സഹിക്കണമെന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ലല്ലോ. അല്ല, തുടക്കത്തില് ഭയങ്കര ബഡ്ജറ്റാണ്, ആർട്ടിസ്റ്റ് കുറച്ച് തരണമെന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്ത പടങ്ങളുണ്ട്. കോടികൾ ലാഭം കിട്ടുമ്പോൾ ആർട്ടിസ്റ്റിനെയും കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടുമില്ല. ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ കാറ് വരെ കൊടുക്കുന്നുണ്ട് നിർമ്മാതാക്കൾ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഏത് അത് കൈലാഷല്ലേ, കൈലാഷിന് നമ്മൾ എന്തും കൊടുക്കുമല്ലോ. ഇത് പലപ്പോഴും ഈ ചർച്ചകൾ വരുമ്പോൾ ഈ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ പോയിന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ പലപ്പോഴും ഈ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് പറയുമ്പോൾ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നിഷാദൊക്കെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്. പലപ്പോഴും ഈ പ്രീ പ്രൊഡക്ഷനിലെ കൃത്യമായ പ്ലാനിങ്സ് പലപ്പോഴും നമുക്ക് പൊളിഞ്ഞു പോകാറുണ്ട്. ആ ഏരിയയിൽ നമ്മുടെ ബിഫോർ പ്രിപ്പറേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ്. ഇയാൾ ഇത്ര അയാൾക്ക് അതിൽ നിന്ന് പോലും ചിലപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് പലപ്പോഴും പലരും സംസാരിക്കാറുണ്ട്. പല പ്രൊഡ്യൂസേഴ്സും സംസാരിക്കും. കാരണം ആ സമയത്താകുമ്പോൾ അവർ വളരെ ടൈറ്റ് ആവാറുണ്ട്. അപ്പോൾ മിക്ക ആർട്ടിസ്റ്റുകളും അത് ലാസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ പലരും ഫ്ലെക്സിബിൾ ആവാറുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ ഇങ്ങനെ പോകുന്ന ഈ പ്ലാനിങ്ങിൻ്റെ ഒരു അപാകതകളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പക്ഷെ പ്ലാൻ ചെയ്താൽ സോൾവ് ചെയ്യാവുന്ന എമൗണ്ട്സ് പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി കണക്ക് കൂട്ടുന്നില്ല. അല്ലാതെ ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയല്ല പറയണത് കേട്ടോ. ഞാനൊരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഒരു ആവശ്യമുണ്ട്, നമ്മൾ ഉടനെ ഒരു കാർ എടുത്ത് പുറത്തേക്ക് പോകും. ഇത് നമുക്ക് ഇന്നലെ അറിയാം, നമുക്ക് നാളെ ഈ സാധനം ഒരുപക്ഷെ ആവശ്യമുണ്ടാകാം. ചിലപ്പോൾ അന്നേരം ഒരു ചെറിയ എമൗണ്ട് കോസ്റ്റ് ഒരു 200 രൂപ ആയിരിക്കും മാറുക. നമ്മളൊരു 45 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു 10,000 രൂപ മാറും. ഈ പ്ലാനിങ് പലപ്പോഴും കുറച്ചുകൂടെ പ്രൊഫഷണൽസിന് വെക്കാം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പ്രൊഫഷണൽസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് ഈ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഈ മാനേജ്മെൻറ്റ് രംഗത്തെ അല്ലെങ്കിൽ പ്ലാനിങ് രംഗത്തെ ആൾക്കാരെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാം. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. എന്തുപോലെ കട്ടിയാവോ കൈലാഷ് വേണ്ട അല്ല നമ്മൾ കൈലാഷ് എത്രയും പെട്ടെന്ന് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം വെച്ചാൽ ഞാൻ പറ്റും. അല്ല ഭയങ്കര കോസ്റ്റ് ഡിഫറൻസ് വരുമെന്നേ. അതായത് എല്ലാം ആർട്ടിസ്റ്റ് സെറ്റപ്പ് മാത്രമല്ല, കാരണം ബാക്കി എല്ലാ ഏരിയയിലും അത് വന്നു തുടങ്ങുന്നില്ലേ. അതെ 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 അദ്ദേഹം വാങ്ങിയത്. ഓ രണ്ടാമത്തെ ഇനി ആർക്കും ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ വളരെ സന്തോഷം, അതിന് നന്ദി ആരെ പ്രകടിപ്പിക്കുന്നു. ഒന്ന് തപ്പയണ്ട ഇപ്പോൾ വിട്ടാലേ എനിക്ക് നാളെ ഫ്ലൈറ്റാണ്. ബൈ വേണം.
സുഹൃത്തുക്കളെ, നിഷാദേരൻ തന്നെ പറഞ്ഞ പോലെ ഇവിടെ മീറ്റ് ദ പ്രസ്സിന് വന്നാൽ ഇത് ഒരു സംവാദമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ ഒരു ഔപചാരികൾ ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളാണ് നമുക്ക് വേദിയിലും ഉള്ളത്. സിനിമയുടെ നല്ല വിജയത്തിന് നമുക്കാവുന്ന രീതിയിൽ ശ്രമിക്കാം. മീറ്റ് ദ പ്രസ്സിനെത്തിയ എല്ലാവർക്കും KWJ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി. താങ്ക് യു.